അനുഗ്രഹിക്കട്ടെ. 2 വേദഭാഗങ്ങൾ നമുക്ക് ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം അതിൽ 23-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 2:23. മാത്യു 2:23. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചെയ്തത് നിവൃത്തിയാകാൻ തക്കവണ്ണം നസ്രത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. കണ്ടോ? സ്തോത്രം. വളരെ മനോഹരമായ വാക്യമാണ്. നമുക്കറിയാം, പ്രത്യേകിച്ച് ഈ ഭാഗം ചിന്തിക്കാത്തവരായിട്ട് ആരുമില്ല, അറിയാത്തവരായിട്ട് ആരുമില്ല. യേശുവിനെ കുറിച്ചുള്ളതായ ഒരു പ്രവചനം നിറവേറ്റപ്പെടേണ്ടതിന് യോസഫിൻ്റെയും മറിയയുടെയും ജീവിതത്തിൽ കർത്താവ് ചെയ്ത ചില അനുഭവങ്ങൾ, അവരെ കടത്തിവിട്ട ചില അനുഭവങ്ങൾ, അവരെ കടന്നുപോയതായ ചില പ്രതികൂലങ്ങൾ, അവരനുഭവിച്ച കഷ്ടം, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പകൽ ധ്യാനിക്കാൻ പോകുന്നത്. ചില വാക്തത്വങ്ങളും ചില ആലോചനകളൊക്കെ ദൈവം നമ്മളോട് പറയുമ്പോൾ അത് വളരെ വേഗത്തിൽ സുഗമമായി ലഭിക്കുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അതിൻ്റെ മുമ്പിൽ ചിലപ്പോൾ കഷ്ടതകൾ ഉണ്ടാകാം, വളരെ പ്രാർത്ഥന ആവശ്യമായിട്ട് വന്നേക്കാം, ചിലപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടതായിട്ട് വന്നേക്കാം. എല്ലാ ദൂതുകളും ആലോചനകളും വാക്തത്വങ്ങളും ഒക്കെ നമ്മൾ പ്രാപിച്ച് ബാക്കി ദൈവം ചെയ്തുകൊള്ളും എന്ന് പറഞ്ഞ് നമ്മളിരിക്കാൻ പാടില്ല. അത് അബദ്ധമാണ്, അല്ലേ? ദൈവം പറയുന്ന വാക്തത്വങ്ങൾ ദൈവം പൂർണ്ണമായി നിവർത്തിക്കുന്ന ദൈവമാണ്. ചില വിഷയങ്ങളിൽ ദൈവം തന്നെ നേരിട്ടിടപെട്ട് നമ്മളുടെ ഇടപെടലുകളില്ലാതെ ദൈവം അത് ഭംഗിയായിട്ട് ചെയ്യും. എന്നാൽ ബഹുഭൂരിപക്ഷം വാക്തത്വങ്ങളും ദൈവം നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പിമ്പിൽ നമ്മുടെ അധ്വാനം, നമ്മുടെ കഷ്ടപ്പാട്, നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പരിശ്രമങ്ങൾ ആവശ്യമാണ്. ദൈവം അത് ആഗ്രഹിക്കുകയാണ്. ദൈവം ഭൂമിയിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ടുകൂടെ ചെയ്യിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെ ദൈവം മാത്രം അല്ല, നമ്മളത് ചെയ്യണം. നമ്മളെ അതിന്റെ ഭാഗഭക്കാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ആ വിഷയം എപ്പോഴും ഗൗരവമായിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. കർത്താവ് നമ്മുടെ ഇടയിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് മനുഷ്യരെ കൂടെ ഉൾപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം എല്ലാ കാര്യങ്ങളും കർത്താവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളെ കേൾക്കുന്ന ആലോചനകൾ, ദൂതുകൾ, പ്രവചനങ്ങൾ, ആ ശബ്ദങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് ദൈവത്തിനങ്ങ് സമർപ്പിച്ചിട്ട് കൈകെട്ടിയിരിക്കുകയല്ല ചെയ്യേണ്ടത്. മറിച്ച് അടുത്ത നടപടി എന്താണ് എന്ന് നമ്മൾ ദൈവത്തോട് ആലോചന ചോദിക്കണം. കർത്താവേ, നീ എനിക്ക് ഇന്നത് ചെയ്യാം, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇന്നത് പ്രവർത്തിക്കാം, എൻ്റെ ജീവിതത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ കർത്താവ് ചെയ്യും എന്നൊക്കെ ആലോചന പറഞ്ഞ് ഞാനത് വിശ്വസിക്കും. സന്തോഷത്തോടെ ഞാനത് ഏറ്റെടുക്കും. എന്നാൽ അടുത്ത നടപടി എന്താ? അടുത്ത കാര്യം എന്താ? ദൈവമേ, നിന്റെ ക്രമീകരണങ്ങൾ എന്നെ അറിയിക്കണമേ എന്ന് പറഞ്ഞ് ഒരു ദൈവത്തിന്റെ പാതപീഠത്തിൽ താണിരിക്കണം. ദൈവത്തിന് എല്ലാ കാര്യങ്ങൾക്കും ഒരു ക്രമമുണ്ട്, ഒരു ചിട്ടയുണ്ട്. അതിന് പ്രകാരമേ ദൈവം ചെയ്യുകയുള്ളൂ, അല്ലേ? അങ്ങനെയാണ് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എപ്പോഴും ഓർത്തുകൊള്ളണം, നമ്മൾ പ്രാപിക്കുന്ന ഒരു വാക്തത്വം, ഒരു ദൂത, ഒരു ആലോചന, അതിന്റെ പിമ്പിൽ നമ്മളെ കൂടെ ചേർത്തുകൊണ്ട് ആ ആലോചനയുടെ നിവർത്തീകരണത്തിനായിട്ട് ദൈവം ചില കാര്യങ്ങളൊക്കെ ക്രമമായി ചെയ്യുന്നുണ്ട്. നമ്മളത് മനസ്സിലാക്കിയിട്ട് പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിനകത്ത് നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. നമുക്ക് യേശുവിന്റെ ജീവിതം ഒന്ന് നോക്കാം. യേശുവിന്റെ ജീവിതം നോക്കിയിട്ട് ഏറ്റവും നല്ല മാതൃക ആരാ? നമ്മുടെ കർത്താവ്, അല്ലേ? നമ്മുടെ കർത്താവിനെ നോക്കുവീൻ എന്ന് അപ്പോസ്തലൻ പറയുന്നത്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുത്തവനുമായ നോക്കിക്കൊള്ളണം, യേശുവിനെ നോക്കിക്കൊള്ളണം. എല്ലാ കാര്യങ്ങൾക്കും മാതൃക യേശുവാ. പിന്നീടാണ് പിതാക്കന്മാർ മാതൃകയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ യേശുവിനെ നോക്കണം, യേശുവിന്റെ ജീവിതം നോക്കണം. കർത്താവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്റെ പ്രവാചകന്മാരെ കൂടെ അറിയിച്ച വാഗ്ദത്ത മിശിഹയാണ് യേശു. യേശു ഭൂമിയിലേക്ക് വരാൻ വേണ്ടി പല പല കാര്യങ്ങൾ ലോകത്തിലും ചരിത്രത്തിലും ഭൂമിയിലും എല്ലാ നിലവാരത്തിലും ദൈവം ചെയ്യുമ്പോൾ ഭൂമിയിലേക്ക് യേശു വരണം, വന്ന് പിറക്കണം, യേശു ഉരുവാകേണ്ടതിന് വേണ്ടി അധ്വാനിക്കേണ്ട 1-2 പേരുണ്ട്. അവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് മറിയാണ്, അല്ലേ? യേശുവിന്റെ അമ്മയായ, ഈ ഭൂമിയിലെ അമ്മയായ മറിയാണ്. മറിയ സഹിച്ച പങ്കപ്പാടുകൾ, കഷ്ടതകൾ നമുക്കറിയാം.
വായിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നമുക്കറിയാം എത്രമാത്രം വ്യഥകളാണ് മറി എന്ന് പറയുന്ന യൗവനക്കാരി സഹിച്ചത്. എന്തിനു വേണ്ടി? മശിഹ ഭൂമിയിലേക്ക് വരാൻ, യേശു ഭൂമിയിലേക്ക് വരാൻ വേണ്ടി സഹിച്ച കഷ്ടതകൾ. അപ്പൊ ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടി ഒരു മറി, ഒരു യോസേഫും വളരെ കഷ്ടം സഹിച്ചു. അതിനെക്കുറിച്ച് നമ്മൾ വായിച്ചത്. യേശു പിറക്കുന്നതിന് ഏതാനും ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മളിവിടെ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, റോമിലെ കൈസർ ചക്രവർത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. എല്ലാവരും അവരുടെ പേരെന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. പേര് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ എവിടെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്? അവരവരുടെ സ്വന്തം നാട്ടിൽ എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. അതുകൊണ്ട് എവിടൊക്കെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിലും സ്വന്തം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വന്തം പഞ്ചായത്ത് ഓഫീസിൽ വന്ന് എന്ത് ചെയ്യണം? അല്ലെ വില്ലേജ് ഓഫീസിൽ വന്ന് രജിസ്റ്റർ ചെയ്യണം. ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടതായിട്ട് വരും അല്ലേ? അമേരിക്കയിലുള്ളവരാണെങ്കിലും UK യിലുള്ളവരാണെങ്കിലും ബോംബെയിലുള്ളവരാണെങ്കിലും മദ്രാസിലുള്ളവരാണെങ്കിലും ആഫ്രിക്കയിലുള്ളവരാണെങ്കിലും ഇങ്ങനൊരു നിയമം ആഗോള വ്യാപകമായി ഒരു നിയമം വരികയാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടിൽ പോയി നിങ്ങളുടെ പേര് ചാർത്തിക്കൊള്ളണം. അതൊരു നിയമം വന്നു കഴിഞ്ഞാൽ സ്വന്തം പട്ടണത്തിലേക്കുള്ള യാത്ര ഓർത്ത് നോക്കി എത്ര കഷ്ടമായിരിക്കും, എത്ര ക്ലേശമായിരിക്കും. നമുക്ക് യേശുവിൻ്റെ പിതാവും മാതാവും പാർത്തിരുന്ന ഒരു പട്ടണം, ഒരു ദേശമുണ്ട്. ആ ദേശം ഗലീലയിലാണ്. ആ നസറേത്ത് എന്ന് പറയുന്ന പട്ടണം, അവിടെ നിന്ന് അവരെവിടെ വരണം? ബേത്ലഹേം, സ്വന്തം പിതാക്കന്മാരുടെ പട്ടണത്തിൽ വരണം. ഏകദേശം ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 80 കിലോമീറ്റർ എങ്കിലും നടന്നാലേ അവരെവിടെ വരികയുള്ളൂ? നസറേത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് വരികയുള്ളൂ, സ്വന്തം പട്ടണത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ അവരവിടെ നടക്കാൻ തുടങ്ങുകയാണ്. നടക്കുമ്പോൾ നമുക്ക് ചരിത്രം ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന മറിയയുമായിട്ട് ജോസഫ് പിതാവ് ഇറങ്ങി നടക്കാൻ തുടങ്ങി. നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് ശരിയായി മനസ്സിലാക്കുന്നത്, ഈ ഗർഭിണിയായിരിക്കുന്ന ഈ സ്ത്രീക്ക് നടക്കാൻ വയ്യാത്തത് കൊണ്ട് സഹായത്തിനായിട്ട് ഒരു കഴുത കൂടെ ഉണ്ടായിരുന്ന അല്ലേ? അന്ന് ഒരു ഇടത്തരം ഫാമിലി, ഇന്നത്തെ ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ഒരു ആൾട്ടോ കാറും ഒരു വാഗണാറും ഒക്കെ ഉണ്ട് അല്ലേ? മേലോട്ട് പോകുന്ന അത് ബെൻസായി BMW ഒക്കെ ആണ്. അവിടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതൊരു സ്കൂട്ടറിയോ ഒരു സൈക്കിളോ ഒക്കെ ആകും. ബാക്കിയുള്ളവർ നടന്നു പോകും ഇന്നത്തെ ഒരു കാലഘട്ടം. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് നോക്കി, ഒരു കഴുതപ്പുറത്ത് പോവുക. ഈ കുതിര, ഒട്ടകം, രഥം ഇങ്ങനെയൊക്കെ ഉള്ളത് ഹൈ ക്ലാസ് ഫാമിലിക്കാണ് ഉള്ളത് ആ കാലഘട്ടത്തിൽ. ഒരു ഇരുമ്പ് രഥമൊക്കെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഉയർന്ന ഗവൺമെന്റ് ജോലിയുള്ളവരും വലിയ സമ്പത്തിന്റെ ഉന്നതിയിലുള്ളവർക്കൊക്കെ രഥങ്ങളുള്ളത്. കുറച്ചൊക്കെ പണമുള്ള കുതിരയുണ്ട്. ഇടയ്ക്കുള്ളവർക്കൊക്കെയാണ് ഈ ഒട്ടകവും ഈ കഴുതൊക്കെ. കഴുത എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വാഗണാർ അങ്ങനെയുള്ള കാറുകളൊക്കെ അവിടെ ഇപ്പോഴത്തെ ചിന്തിച്ചാൽ മതി. ഒരൊട്ടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്നോവ കാറോ ആ നിലവാരത്തിലൊക്കെ, അല്ലെങ്കിൽ അതിനോട് മേലോട്ടൊക്കെ. അപ്പൊ ആ ഒരു റേഞ്ചിലുള്ളവർ. അപ്പൊ നമ്മൾ ഈ കുടുംബത്തിന്റെ റേഞ്ച് ഒന്ന് മനസ്സിലാക്കിക്കോളൂ, അവരുടെ സാമ്പത്തിക സ്ഥിതി. ഒരു കഴുത സ്വന്തമാണോ വാടകയ്ക്കെടുത്താണോ നമുക്കറിയത്തില്ല. ഗർഭിണിയായിരിക്കുന്ന ഈ മറിയെ കൊണ്ട് അവിടെ വരെ പേര് കൊടുക്കാൻ, ഗവൺമെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി 80 കിലോമീറ്ററോളം നടക്കാൻ വയ്യാത്തത് കൊണ്ട് ഒരുപക്ഷെ സ്വന്തം കഴുതയോ അല്ലെങ്കിൽ വാടകയ്ക്കെടുത്തൊരു കഴുതപ്പുറത്തൊക്കെ ആയിരിക്കാം ഈ യാത്ര. അങ്ങനെ യാത്ര ചെയ്ത് അവര് യോസെഫും മറിയയും കൂടെ യാത്ര ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ പോകുന്ന വഴിയിലാണ് യേശു ജനിക്കുന്നത്. ചില പറയുമ്പോൾ കാലിത്തൊഴുത്തിൽ പിറന്നൊക്കെ, അങ്ങനെ കാലിത്തൊഴുത്തിലൊന്നും പിറന്നായിട്ട് നമ്മൾ അവിടെ വായിക്കുന്നില്ല. ഇവിടെ വായിക്കുമ്പോൾ നമുക്ക് നല്ലതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവരെ പല സത്രങ്ങൾ, പല ലോഡ്ജുകൾ, ഈ പ്രധാന ഹൈവേ ആണിത്. ഈ ഹൈവേയുടെ സൈഡിലൊക്കെ, ഈ ബേത്ലഹേമിലേക്കുള്ള പ്രധാന ഹൈവേ ആണ്. ആ ഹൈവേയുടെ സൈഡിലൊക്കെ ഉള്ള പല സത്രങ്ങളിലും അവർ മുട്ടിനോക്കി. ഈ ജനസംഖ്യ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതുകൊണ്ട് അവിടെ എല്ലാം റൂമുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് അല്ലേ? പ്രത്യേക തിരക്കാണ് ആ സമയത്തെല്ലാം, റൂമുകളില്ല.
ഈ മറിയയ്ക്കൊന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് ഒരു മറ വേണം, ഒരു മറവുള്ള ഒരു റൂം വേണം. അതിനുവേണ്ടി യോസേപ്പ് രാത്രിയിൽ പലയിടത്തും മുട്ടിയിട്ടും അവർ പറഞ്ഞു ഇല്ല, ഒഴിവില്ല. അങ്ങനെ ഒരു പക്ഷേ നമ്മൾ ഈ ഭാഗം ഒന്ന് വായിക്കുമ്പോൾ വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ, അല്ലേ, സത്രത്തിൽ ലോഡ്ജിൽ സ്ഥലമില്ലായികയാൽ ഈ മറിയ എവിടെയോ പ്രസവിച്ചു കൊണ്ട് എവിടെ കിടത്തി എന്നാ പറയുന്നത്? പശുത്തൊട്ടിയിൽ കിടത്തി. അതൊക്കെ നിങ്ങൾ വീണ്ടും ബൈബിൾ വിശദമായിട്ട് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ എവിടെ വെച്ചോ പ്രസവം നടന്നു. ഇതൊന്നും നമുക്കറിയാമല്ലോ, ഇത് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമാണോ? അല്ല. പ്രസവ വേദന ഉണ്ടായാൽ പ്രസവിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമുക്കറിയാം ഇപ്പോഴും അങ്ങനെ തന്നെ. ഈ അത്യന്താധുനിക കാലഘട്ടത്തിൽ പോലും എയറോപ്ലെയിനിലും ഓട്ടോറിക്ഷയിലും കാറിലും പോകുന്ന വഴിക്കും എന്ത് ചെയ്യും? ഡെലിവറി നടക്കും. അല്ലാതെ ഒരു മണിക്കൂർ ലോഡ്ജ് കിട്ടട്ടെ, സത്രം കിട്ടട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യം. അപ്പൊ ന്യായമായിട്ടും വഴിയരികിലായിരിക്കാം ഒരു പക്ഷേ യേശുവിനെ മറിയ പ്രസവിച്ചിട്ട്. അതിനുശേഷം കൊണ്ട് കിടത്തിയത് പുൽത്തൊട്ടിയിലാണ്. അപ്പൊ കാലിത്തൊഴുത്തിലെ ഒരു മതിൽ വൃത്തിയുള്ള ഒരു ഭാഗം, ഏതോ ഒരു വീടിന്റെയോ സത്രത്തിന്റെയോ ഒക്കെ ഉള്ള ആ കാലിത്തൊഴുത്തിൽ കൊണ്ട് യേശുവിനെ കിടത്തി. അപ്പൊ കാലിത്തൊഴുത്തിൽ യേശു കിടക്കുന്നു, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ യേശു എവിടെ ജനിച്ചു എന്നുള്ള കാര്യം കൃത്യമൊന്നുമല്ല. ആ പ്രത്യേക സ്ഥലമൊന്നും ആരും അന്നേ കാലത്ത് അടയാളപ്പെടുത്തിയിട്ടൊന്നുമില്ല. സാധാരണ ഒരു കുടുംബത്തിലെ ഒരു സാധാരണപ്പെട്ട ഒരാളായി ഒരു കുഞ്ഞായിട്ട് ജനിക്കുന്ന ഭാഗമൊന്നും അടയാളപ്പെടുത്തി വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതെങ്കിലും രാജാവിന്റെ മകനാ പിറന്നെങ്കിൽ ആ പ്രത്യേക സ്ഥലമൊക്കെ അളന്നേനെ, ഇല്ലേ, അവിടെയൊക്കെ കുറിച്ച് വെച്ച് ആ ഭാഗമൊക്കെ നോട്ട് ചെയ്തേനെ. ഇന്ന് യേശു പിറന്നെന്ന് പറയുന്ന പല സ്ഥലങ്ങളൊന്നും യഥാർത്ഥ സ്ഥലങ്ങളൊന്നും അല്ല. പിന്നെ നമുക്ക് അവിടെ പോയി കണ്ട് ആശ്വസിക്കാമെന്നല്ലാതെ അതിന്റെ ആവശ്യം നമുക്ക് വരുന്നില്ലുണ്ടോ? യേശു പിറന്ന സ്ഥലത്ത് പോയി അവിടെ പോയി മുട്ടുകുത്തി ഒന്ന് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് എങ്കിൽ പോരണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ, നിങ്ങളെപ്പോലെ വിഗ്രഹാരാധികൾ വേറെ ഒന്നുമില്ല, നിങ്ങൾ അമ്പലത്തിൽ പോകുന്ന അതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ ഒരു പള്ളിയിൽ പോയി കൊടുക്കുന്നതൊക്കെ നല്ലത്. അങ്ങനെ ഒരു പുണ്യസ്ഥലമോ ഒരു പുണ്യദേശമോ പുണ്യ ഇടമൊന്നുമില്ല. ചിലരങ്ങ് വിശുദ്ധ സ്ഥലം കാണാൻ പോകുന്നു, അവിടെയൊക്കെ ഒന്ന് പോയി കാണുന്നത് തെറ്റൊന്നുമില്ല. പലസ്തീൻ അടക്കൊന്ന് പോയി കാണുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ ആ സ്ഥലം ആ ദേശം ഒന്നും വിഗ്രഹമാക്കാൻ പാടില്ല. യഹൂദന്മാരുടെ ഒരു പ്രത്യേകത, അവരവരുടെ ആലയത്തെയും അവരുടെ പട്ടണത്തെയും അവർ ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുത്ത് വിഗ്രഹമാക്കി. അതുകൊണ്ട് ദൈവം അവരുടെ ആലയത്തെ നശിപ്പിച്ചു, അവരുടെ പട്ടണത്തെ നശിപ്പിച്ചു. മനസ്സിലായോ? അപ്പൊ ഇങ്ങനെയൊന്നും വിഗ്രഹവൽക്കരിക്കാൻ പാടില്ല. പ്രത്യേക സ്ഥലം ഒന്ന് വിഗ്രഹവൽക്കരിക്കരുത്. നമ്മൾ അത് കാണാൻ വേണ്ടി പോയാൽ മരിക്കുന്നതിന് മുമ്പ് അതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ വലിയ പുണ്യമാണെന്ന് ചിലരുടെ ധാരണ. അങ്ങനൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. അങ്ങനൊന്നുമില്ല. യേശു എവിടെയോ ജനിച്ചു വീണു, കാലിത്തൊഴുത്തിൽ കിടത്തി. ഏത് കാലിത്തൊഴുത്താ? കാലിത്തൊഴുത്തൊക്കെ അടയാളപ്പെടുത്തി വെക്കാൻ തക്കൊണ്ട് അത്ര പ്രാധാന്യമൊന്നും ആ കുടുംബത്തിന് ഇല്ല. ഈ പിറന്നത് യേശു ആണെന്നും രക്ഷകനാണെന്നൊന്നും ആർക്കും അറിയത്തില്ല. അറിയാവുന്ന ഒരു വിദ്വാൻമാർ അവര് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, അല്ലേ? ചില ഇടയന്മാർക്ക് മനസ്സിലായി, അതല്ലാതെ ഒന്നും ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല ഇത് യേശുവാണെന്ന്. അറിയാമായിരുന്നെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്തേനെ? കത്തീഡ്രൽ പണിതേനെ അന്ന്, ഇല്ലേ? വലിയ വലിയ പള്ളികൾ പണിത് വെച്ചേ. അപ്പൊ പലതും കർത്താവ് മറച്ചു വെച്ചു, പലതും ദൈവം മറച്ചു വെച്ചു. അപ്പൊ നോക്കണം, ഒരു വാഗ്ദത്തം മശിഹ ഉരുവാകാൻ വേണ്ടി യോസേപ്പും മറിയയുടെ ത്യാഗം, അവരുടെ കഷ്ടത, ഇല്ലേ? നമ്മളതാ നമ്മൾ മനസ്സിലാക്കട്ടെ. നമ്മള് പെട്ടെന്ന് സുഖമായ ഒരു വാഗ്ദത്തം പ്രാപിച്ചെടുക്കാൻ പറ്റുകയില്ല. ചില കാര്യങ്ങൾ സംഭവിച്ചെന്നിരിക്കാം. എന്നാൽ ബഹുഭൂരിപക്ഷം വാഗ്ദത്തങ്ങളും നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കണമെങ്കിൽ നമ്മുടേതായ ചില അധ്വാനങ്ങൾ വേണം. ആ വാഗ്ദത്ത നിവർത്തിയുടെ കാര്യപരിപാടിയിൽ നമ്മളെ കൂടെ കർത്താവ് പങ്കാളികളാക്കും. ഞാനെപ്പോഴും ഓർപ്പിക്കാം, പഠിക്കേണ്ടവര് പഠിക്കണം. ദൂത് കേട്ടിട്ട് പഠിക്കാതിരിക്കരുത്, ഇല്ലേ? ജോലി ചെയ്യേണ്ടവർ ജോലി ചെയ്യണം, ജോലി തേടേണ്ടവർ ജോലി തേടണം, പ്രാർത്ഥിക്കേണ്ടവർ പ്രാർത്ഥിക്കണം. അങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുക, അവരുടെ കഷ്ടം. ലൂക്കോസിന്റെ സുവിശേഷം 1:26 മുതൽ ഒന്ന് വായിച്ചാട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1:26 മുതൽ. ഗബ്രിയേൽ ദൂതനെ നസറേത്ത് എന്ന് പറയുന്ന ഗലീലയിലെ പട്ടണത്തിൽ ദാവീദ് ഗ്രഹത്തിലുള്ള ജോസഫ് എന്ന പുരുഷന് വിവാഹ നിശ്ചയം
നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുക്കൽ ആ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയുടെ അടുത്തേക്ക് അയച്ചു. ആ കന്യകയുടെ പേര് മറിയ എന്ന ആ കന്യകയുടെ പേര് മറിയ എന്നായിരുന്നു. ദൂതൻ അവരുടെ അടുക്കൽ അകത്തു ചെന്ന് ആ കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, ഉം. കർത്താവ് നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. കർത്താവ് അതിനോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ആ അവൾ ആ വാർത്തയുടെ പ്രേമിച്ചു. ആ ഇത് എന്തൊരു വന്ദനം എന്ന് വിചാരിച്ചു. മതി. 34ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും, ആ അവന് യേശു എന്ന് പേർ വിളിക്കണം. ആ അവൻ വലിയവനാകും, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം ആ അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ആ അവന് കൊടുക്കും. ദാവീദിന്റെ സിംഹാസനം, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ രാജാവാകും. ആ അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായി. അവൻ എന്നേക്കും രാജാവായിരിക്കും. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകും അവന്റെ രാജത്വത്തിന് അവസാനം ഉണ്ടാകില്ല. എന്ന് പറഞ്ഞു. ആ ഇത്രയും ദൂത കിട്ടി മറിയയ്ക്ക്, ഇത്രയും പ്രവചനം അല്ലേ? നോക്കി, ചെറിയ കാര്യം വല്ലതുമാണോ? തനിക്കൊരു പുത്രൻ ഉണ്ടാകുമെന്നും അവൻ ഇന്ന പേരിടണമെന്നും അവൻ രാജാവാകുമെന്നും അവന്റെ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകില്ലെന്നൊക്കെ മറിയെന്ന് പറയുന്നതായ ഒരു അമ്മയോട് ദൂത് പറഞ്ഞാൽ ആ അമ്മ അത് കേട്ടിട്ട് അനങ്ങാതിരിക്കുകയാണോ? അല്ല, അവൾ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ട് അവൾ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ഓർത്തുകൊള്ളാം, നമ്മളെക്കുറിച്ചും നമ്മുടെ തലമുറയെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും ഒക്കെ ദൈവം ചില ആലോചനകൾ, ചില പ്രോമിസുകൾ, വാഗ്ദത്തങ്ങൾ ദൈവാത്മാവ് പറയുമ്പോൾ അത് കേട്ടിട്ട് അങ്ങനെ തന്നെ ഇരിക്കുകയല്ല, മറിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അടുത്ത നടപടി എന്താ കർത്താവേ, അടുത്ത എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് അടുത്ത സ്റ്റെപ്പ് വെക്കണം. അപ്പൊ പറയാണ്, അവളെ ആ ദൈവത്തിന്റെ ആലോചന കേട്ട് ദൈവത്തെ നിന്ന് പ്രാപിച്ചിരിക്കുന്ന അവളോട് ആ വിഷയത്തിന് പരിഹാരം ഉണ്ടാകേണ്ടതിന് കർത്താവ് ജോസഫിനോട് ഇടപെട്ടു അല്ലേ? ജോസഫിനോട് എന്ന് ഇടപെടുക, ജോസഫിനോട് എന്ന് പറയുകയാണ്, നീ വിവാഹം നിശ്ചയിച്ചിരിക്കുന്ന കന്യകയെ നീ ചേർത്തുകൊള്ളണമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവിനാൽ യേശു ആ മറിയുടെ ഉദരത്തിൽ ഉരുവായി. ആ സമയത്ത് ജോസഫ് ചേർത്ത് കൊണ്ട കാര്യം നമുക്കറിയാം. അപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എത്രമാത്രം ഇവൻ അനുഭവിക്കുന്ന കഷ്ടത. മറിയ ഗർഭിണിയായാലുള്ള കാര്യം നമുക്കറിയാമല്ലോ. കന്യ ഗർഭിണിയായാലും എന്ത് സംഭവിക്കും? യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് അവളെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. ഇവര് പാർക്കുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? ഇവര് പാർക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വായിച്ചു, ഗലീലയിലാണ്. ഗലീലയിലെ നസ്രത്ത് എന്ന് പറഞ്ഞ വേറൊരു ടെറിട്ടറിയാണ്, വേറൊരു സ്ഥലമാണ് ഈ നസ്രത്ത് പട്ടണം. അവിടെ മിങ്കിളായിട്ടുള്ള ആളുകളാണ് താമസിക്കുന്നത്. ജാതികൾ കുറെ ഉണ്ട്, കുറെ ജാതികളുണ്ട്, കുറെ യഹൂദന്മാരുണ്ട്. അപ്പൊ പുറജാതികൾ അവിടെ ഉണ്ട്, യഹൂദന്മാരവിടെ ഉണ്ട്. അപ്പോൾ ജാതികളുടെ മുമ്പിൽ അവൾ അപമാനിക്കപ്പെടും, യഹൂദന്മാരുടെ മുമ്പിൽ അവൾ അപമാനിക്കപ്പെടും. ന്യായപ്രമാണ പ്രകാരം ഇങ്ങനെ ദുർനടപ്പ് ചെയ്ത അവളെ അവനെ എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പോൾ മരണകരമായിരിക്കുന്നൊരു വിഷയമാണ്. അതും പറഞ്ഞിട്ട് ആത്മാവിൽ ദൂത് എലിസബത്ത് പറഞ്ഞുണ്ട്, നിന്റെ പ്രാണിൽ കൂടെ ഒരു വാള് കടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രമാത്രം ത്യാഗം, എത്രമാത്രം സഹിച്ചുകൊണ്ടാണ് മറിയ യേശുവിനെ വഹിച്ചതെന്നുള്ള കാര്യം നമ്മൾ ഓർത്ത് പോകണം. അവിടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴേ നമുക്കറിയാം, ഈ മീഖാ പ്രവചനം 5:2 പറയുന്നുണ്ട്, ബേത്ലഹേമിലാണ് യേശു ജനിക്കുന്നത് അല്ലേ? വായിച്ചേ, മീഖാ 5:2. നീയോ ബേത്ലഹേമേ എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും. കേട്ടോ, ഇസ്രായേലിന്റെ അധിപതി ആയിരിക്കേണ്ടവൻ യഹൂദ സഹസ്രങ്ങളിൽ വളരെ ചെറുതായിരിക്കുന്ന ബേത്ലഹേം എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വരുമെന്ന ദൈവത്തിന്റെ വാഗ്ദത്തം കിടക്കുന്നത്. പക്ഷെ ഇപ്പൊ യേശു ഇവിടെ 80 കിലോമീറ്റർ അകലെ, കുറഞ്ഞത് 80 കിലോമീറ്റർ അകലെ ഗലീലയിലെ നസറേത്ത് എന്ന് പറയുന്ന പട്ടണം, അവിടെ അല്ലേ വാഗ്ദത്തം കിടക്കുന്നത്. എവിടാ വാഗ്ദത്തം കിടക്കുന്ന? ബേത്ലഹേമിലാ. ആര് ജനിക്കുമെന്ന്? യേശു ജനിക്കുമെന്ന്, മശിഹ ജനിക്കുമെന്ന് കിടക്കുന്ന വാഗ്ദത്തം കിടക്കുന്നത് കിലോമീറ്റർ ഇപ്പുറത്ത്. വാഗ്ദത്തം അവിടെ കിടക്കുമ്പോൾ ഇവിടെ ആലോചന കേൾക്കുന്ന മറിയ.
മറിയക്ക് ഒരുപക്ഷെ മീഖാപ്രവചനത്തിലെ കാര്യം അറിയത്തില്ലായിരിക്കാം. വേദപണ്ഡിതന്മാർക്ക് അതിനെക്കുറിച്ച് അറിയാമായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര അകലെയായാലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, സമയമാകുമ്പോൾ ഒന്നുകിൽ നമ്മൾ അതിന്റെ അടുത്തേക്ക് ചെല്ലും, അല്ലെങ്കിൽ അത് നമ്മുടെ അടുത്തേക്ക് വരും. ഒന്ന് സ്വോത്രം ചെയ്തേ. ഇന്ന് പകരം ആ വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിത്. നമ്മള് വാഗ്ദത്തം പ്രാപിച്ചിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് കാത്തിരിക്കുകയാ. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ മറിയ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നിന്റെ വാഗ്ദത്തത്തിന് നിവർത്തി ഏകദേശം 80 കിലോമീറ്റർ അകലെയാണത്. ബേത്ലഹേമിലാണ്. അവിടാണ് യേശു പിറക്കേണ്ടത്. നീ ഇവിടെ ഗലീലയിൽ ഇരുന്നിട്ട്, നസറേത്തിൽ ഇരുന്നിട്ട് കാര്യമില്ല. നിന്റെ വിടുതലിന്റെ സമയമാകുമ്പോൾ നിന്നെ അവിടേക്ക് പുറപ്പെടുവിക്കും. നമ്മളൊക്കെ അഗസ്റ്റ് സീസർ എന്തിനായി ഓർഡർ ഇട്ടത്? ഈ സമയമായപ്പോൾ പേര് അവിടെ രജിസ്റ്റർ ചെയ്യണം എന്നൊക്കെ എന്തിനാ ഓർഡർ ഇട്ടെന്ന്? ഓർഡർ ഇട്ടേണ്ട ഒരു കാര്യമുണ്ട്. മീഖാ പ്രവാചകൻ പറഞ്ഞ പ്രവചനത്തിന് നിവൃത്തിയാകണം. യഹൂദ സഹസ്രങ്ങൾ വളരെ ചെറുതാണെങ്കിലും എഫ്രാത്തിലെ ബേത്ലഹേമേ, നിന്നിൽ നിന്ന് ഒരു വാഗ്ദത്തമിശിഹ പുറപ്പെടും എന്നുള്ള വചനത്തിന് നിവർത്തീകരണം വരണമെങ്കിൽ നസറേത്തിൽ ഇരിക്കുന്ന മറിയ എവിടെ വരണം? ബേത്ലഹേമിൽ വരണം. അവിടെ ആര് പിറക്കണം? യേശു പിറക്കണം. ഈ ഹെരോദ രാജാവൊക്കെ കൺഫ്യൂസ്ഡ് ആയത് അവിടെ അല്ലേ? യേശു പിറന്നു കഴിഞ്ഞ കാലക്കണക്കൊക്കെ വെച്ച് നോക്കി, വിദ്വാൻമാരെ വന്ന സമയമൊക്കെ ഒന്ന് വെച്ച് നോക്കിയിട്ട് കണക്ക് കൂട്ടി ന്യായപ്രമാണം എടുത്ത് പ്രവാചക ഗ്രന്ഥങ്ങൾ എടുത്ത് അതിന്റെ വേദപണ്ഡിതന്മാർ ഹെരോദാവിനോട് പറഞ്ഞു കൊടുത്തു, ഇതെവിടെ സംഭവിക്കും? മീഖാ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ബേത്ലഹേമിൽ. നോക്കണം, ദൈവം ഒരു കാര്യം പറഞ്ഞാൽ, ദൈവം ഒരു വാഗ്ദത്തം ചെയ്താൽ, ദൈവം ഒരു ആലോചന പറഞ്ഞാൽ, അത് എത്ര അകലെയായിരുന്നാലും, എത്ര കാലതാമസം വന്നാലും, അത് എത്രമാത്രം അസാധ്യമെന്ന് തോന്നിയാലും സമയമാകുമ്പോൾ അത് നിവർത്തിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ഭരണ സംവിധാനത്തെ ദൈവം ഒന്ന് ക്രമീകരിച്ചു. രാജാവിന്റെ മനസ്സിൽ ജനത്തിന്റെ കണക്കെടുപ്പാൻ ഒരു തോന്നൽ ഉണ്ടാക്കി. എന്നിട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. അതുകൊണ്ട് ജോസേഫിനും മറിയയ്ക്കും 80 കിലോമീറ്ററോളം നടക്കേണ്ടതായിട്ട് വന്നു. എങ്ങോട്ട്? ബേത്ലഹേമിലേക്ക് നടക്കേണ്ടതായിട്ട്. ഈ നടപ്പൊക്കെ എന്തിനാന്നൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടല്ലേ? കർത്താവ് ഈ സമയത്ത് ഇങ്ങനൊരു നിയമം മാറിയത് എന്താ? കർത്താവ് ഇങ്ങനൊരു ഓർഡർ വന്നത് എന്തുകൊണ്ടാ? ദൈവമേ, എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെ നടന്ന് കഷ്ടപ്പെട്ട് ഞങ്ങളുടെ സ്വന്തം ദേശത്ത്, സ്വന്തം ഗ്രാമത്തിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യേണ്ടി വരുന്നത്? ഇങ്ങനെയൊക്കെ ചില ചോദ്യങ്ങൾ വാഗ്ദത്തം പ്രാപിച്ചതിനും വാഗ്ദത്ത നിവർത്തിക്കും ഇടയ്ക്ക് നമുക്കുണ്ടാകും. നമ്മൾ ഓർത്തുകൊള്ളണം, വാഗ്ദത്തം കേട്ട അന്ന് മുതൽ വാഗ്ദത്ത നിവർത്തി വരെ ചിലപ്പോൾ ചില കഷ്ടതകൾ കൂടെ ദൈവം കടത്തിവിടാം. ചില പ്രതികൂലങ്ങൾ കൂടെ കടത്തി വരാം. ചില പോകാൻ പാടില്ലാത്തതും പോകാൻ കഴിയാത്തതുമായ ചില വഴികൾ കൂടെ നമ്മൾ പോകേണ്ടതായിട്ട് വരും. ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. ഒരു കാര്യം ഓർത്തുകൊള്ളണം, അതെല്ലാം നമ്മുടെ നന്മയിലേക്ക്, നമ്മുടെ അനുഗ്രഹത്തിലേക്ക്, നമ്മുടെ ഉയർച്ചയിലേക്ക് നമ്മളെ നടത്താനുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. ധൈര്യമായിട്ടിരിക്കണം. ഒരു ജോലിയുടെ കാര്യമോ ഒരു വിവാഹത്തിന്റെ കാര്യമോ ഒരു നന്മയുടെ ദൂതമൊക്കെ കേട്ടാൽ തൊട്ടടുത്ത നിമിഷം ചില പ്രതികൂലങ്ങൾ വരും. നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കാര്യങ്ങൾ തിരിഞ്ഞു മറിയും. അവിടെ നമ്മൾ എന്ത് ചെയ്യരുത്? പതറരുത്, ഭയപ്പെടരുത്. ഇതിന്റെ പിന്നിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്, ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. ജോസഫിന്റെയും മറിയയുടെയും ജീവിതത്തിൽ നിന്ന് നമ്മളത് മനസ്സിലാക്കിക്കൊള്ളണം. മറഞ്ഞു കിടക്കുന്ന പ്രവാചകന്റെ ദൂത കിടപ്പുണ്ട്. ജോസഫെ, മറിയെ, നിന്റെ സന്തതി പിറക്കേണ്ടത് നസറേത്തിലല്ല, പിന്നെ എവിടാണ്? ബേത്ലഹേമില. സമയമാകുമ്പോൾ അവിടെ നിങ്ങൾ വരണം. അവിടെ വെച്ച് ജനനം നടക്കണം. നമ്മൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് അത് നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ അപ്പുറമാകട്ടോ. ഏതെങ്കിലും സത്രത്തിലൊക്കെ ആണെങ്കിൽ, ഇന്നത്തെ കാര്യം ഞാൻ പറയും, ഏതെങ്കിലും സത്രത്തിലാണ് അവർക്ക് റൂം കിട്ടിയായിരുന്നെങ്കിൽ ആധാർ കാർഡ് അവിടെ കൊടുത്തിട്ട് നിങ്ങൾ ആരാ എന്താന്നൊക്കെ എന്ത് ചെയ്യണം? ഇപ്പൊ റൂം എടുക്കാൻ ചെല്ലണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളൊരു ഹോട്ടലിൽ പോയി, ഒരു അന്യദേശത്ത് എന്തൊരു ഹോട്ടൽ റൂം എടുക്കണമെങ്കിൽ നമ്മൾ ID കാർഡ് അവിടെ കൊടുത്ത് പേരും നമ്പറും ഫോൺ നമ്പറും, എപ്പോൾ വരുന്നു, എപ്പം പോകുന്നു, എവിടെ പോകുന്നു, എന്താ വരവിന്റെ ഉദ്ദേശം എല്ലാം കുറിച്ച് വെക്കണം. തൊട്ടടുത്ത ഹോട്ടലിലാണെങ്കിൽ അല്ലേ? നമ്മുടെ വീടിനടുത്തൊരു ഹോട്ടലുണ്ട്, നമ്മൾ എപ്പോഴും കാണുന്നവരൊക്കെ ശരിയാ. പക്ഷേ ഹോട്ടലിൽ ചെല്ലുമ്പോൾ അയാൾ പറയും, പറ്റുകയില്ല, ഇവിടെ നിങ്ങളുടെ ID കാർഡ് വെച്ചേ പറ്റും. അത് രാജ്യത്തിന്റെ സുരക്ഷയുടെ ഭാഗമാണ്. വഴിയമ്പലത്തിൽ സ്ഥലം കിട്ടാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
സ്തോത്രം. എന്നാന്നറിയാമോ? 2 വർഷം കഴിഞ്ഞാണെങ്കിലും ഈ റൂം കൊടുത്തവന്റെ കുടുംബത്തെ ഹെരോദാവ് എന്ത് ചെയ്യുമായിരുന്നു? ഇല്ലാതെ വെട്ടിക്കളഞ്ഞ, കൊന്നുകളഞ്ഞ. ആ കുടുംബത്തെ കർത്താവ് എന്ത് ചെയ്തു? രക്ഷിച്ചു. ആ സത്രകുടമയും കുടുംബത്തെയും കർത്താവ് എന്ത് ചെയ്തു? രക്ഷിച്ചു. ഏതെങ്കിലും കാരണവശാൽ രാജാവിന്റെ ഓർഡർ അനുസരിച്ച് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇന്ന സത്രത്തിൽ ഇത്ര നമ്പർ റൂം അവരെടുത്തു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഹെരോദ രാജാവിന്റെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മാവ് ആ കുടുംബത്തെ, ആ സത്ര ഉടമയെ, ആ സത്രത്തെ മുഴുവൻ എന്ത് ചെയ്യായിരുന്നു? മുടിച്ചു കളയുക. അപ്പൊ ദൈവത്തിന്റെ പദ്ധതി നോക്കണമേ. അപ്പൊ ചിലപ്പോഴൊക്കെ ചില വഴികൾ അടയുമ്പോൾ, ചില നന്മകൾ കർത്താവ് ബ്ലോക്ക് ചെയ്യുമ്പോൾ, നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യം ഇരിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം, അത് നമ്മുടെ നന്മയ്ക്ക് മാത്രമല്ല, ചിലപ്പോൾ ചിലരുടെയൊക്കെ വിടുതലിന് കൂടെയാണ് ആ കാരണം. പ്രൈസ് ദി ലോർഡ്. ആ തടസ്സം എന്ന് ഓർത്ത് നമ്മൾ ദൈവത്തിന് സ്തോത്രം ചെയ്തോണം. നമുക്ക് എങ്ങനെ സ്തോത്രം ചെയ്യാൻ കഴിയണം? കർത്താവേ, ആ വഴി നീ അടച്ചതിനായി സ്തോത്രം. ആ സാഹചര്യങ്ങൾ ദൈവം മാറ്റിയതിനായി സ്തോത്രം. അവിടെ പ്രതിസന്ധി ഉണ്ടതിനായി സ്തോത്രം. അതെനിക്ക് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവർക്കും എൻ്റെ കുടുംബത്തിനും മറ്റ് പലർക്കും അത് നന്മയ്ക്ക് കാരണമായി തീർന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എന്ന് നമ്മൾ പറയാൻ കഴിയണം. ഞാൻ നിമിത്തം ഒരു കുടുംബം തകരാൻ പാടില്ല, ഒരു ബിസിനസ് തകരാൻ പാടില്ല, അല്ലേ? ഒരു 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 യേശു നിമിത്തം ഒരു ലോഡ്ജ് അടച്ചു പൂട്ടിയില്ല. യേശു നിമിത്തം ആ ലോഡ്ജിന്റെ ഉടമയുടെ കുടുംബം തകർന്നില്ല, അവിടെ തല പോയില്ല. അതുകൊണ്ടാണ് ദൈവം, എനിക്ക് തോന്നുന്നത്, എല്ലാ വഴിയിലെ സത്രങ്ങളെയും അടച്ചത്. അവർ പല സത്രങ്ങളിലും വഴിയമ്പലങ്ങളിലും മുട്ടി, ഒന്നും അവർക്ക് വേണ്ടി തുറക്കാഞ്ഞത് ഒരുപക്ഷെ ദൈവത്തിന്റെ കരുതലായിരിക്കാം, ദൈവത്തിന്റെ കാര്യപരിപാടിയായിരിക്കാം. അപ്പൊ നമ്മൾ എപ്പോഴും ഓർത്ത് പറയണം, ദൈവം നമ്മളോട് പറയുന്ന ഓരോ കാര്യങ്ങളുടെ പിമ്പിലും അതിന്റെ നാനാവശങ്ങളിലും ദൂരവ്യാപകമായി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ആ പരിശുദ്ധാത്മാവ്, അതിന് ദൈവത്തിന്റെ ജ്ഞാനം നമുക്കൊരു ആലോചന തരുന്നത്, നമുക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ലെന്നേ ഉള്ളൂ, അല്ലെ മനസ്സിലാക്കിയെടുക്കാൻ താമസമുണ്ടാകും. അപ്പോൾ പ്രോമിസ് ഇങ്ങനെ കിടക്കുന്ന യഹൂദയിലെ അല്ലെങ്കിൽ ബേത്ലഹേമിൽ ദാവീദിന്റെ പട്ടണത്തിൽ ആര് ജനിക്കണം? യേശു ജനിക്കണം. അതുകൊണ്ടാ ഓടേണ്ടി വന്നത്. എവിടുന്ന്? അവര് നസറത്തിൽ നിന്ന് ഇങ്ങോട്ട് വരേണ്ടി വന്നു. അപ്പൊ ചില ഓട്ടങ്ങളൊക്കെ ഉണ്ട്, ചില പുറപ്പാടുകളുണ്ട്. ചിലപ്പോൾ വീട് വിട്ട് നിൽക്കേണ്ടതായിട്ട് വരും, ചിലപ്പോൾ പ്രിയപ്പെട്ടവനെ വിട്ട് പോകേണ്ടതായിട്ടൊക്കെ വരും. എന്തിനു വേണ്ടിയിട്ടാ? ചില വാക്തത്വങ്ങളുടെ നിവർത്തീകരണത്തിന് വേണ്ടിയിട്ടാ. അപ്പൊ ചിലയിടത്തു നിന്നൊക്കെ നമ്മളെ ഒരിടത്തു നിന്ന് കുറ്റിയടിച്ച് അവിടെ തന്നെ ഉറപ്പിച്ചിരിക്കുന്ന ഇടത്തു നിന്ന് കുറ്റിയൊക്കെ പറിച്ച് നമ്മളെ ദേശത്തുനിന്നും ആ സാഹചര്യങ്ങളിൽ നിന്ന് പറിച്ചു മാറ്റുന്നത് ഒരു പക്ഷേ ദൈവത്തിന് ഇപ്പുറത്തൊരു നന്മയുടെ കരുതലുള്ളത് കൊണ്ടാണ്. നമ്മളത് കടുംപിടുത്തം പിടിക്കരുത് കേട്ടോ. ഞാൻ താമസിക്കുന്നിടത്ത് തന്നെ താമസിക്കത്തുള്ളൂ, എൻ്റെ ദേശത്ത് മാത്രമേ ഞാൻ മരിച്ച് അടക്കപ്പെടുകയുള്ളൂ, ഞാനിവിടം വിട്ടു പോകത്തില്ല, ഞാനിത് വിൽക്കത്തില്ല, അല്ലേ? ഞാൻ ഈ കമ്പനി വിട്ടു പോകത്തില്ല, ഞാൻ ഈ ജോലി വിട്ടു പോകത്തില്ല, ഞാൻ ഇനി പഠിക്കത്തില്ല, എനിക്കിത് മതി, എനിക്ക് ഈ വീട് മതി, അല്ലേ? ഇങ്ങനൊക്കെ പറഞ്ഞ് ചിലയിടത്തൊക്കെ ചിലരങ്ങ് ഉറഞ്ഞിരിക്കുകയാ. അപ്പൊ ദൈവത്തിന്റെ ഹിതം അതിനേക്കാൾ ശ്രേഷ്ഠമാണ്, അതിനേക്കാൾ വലുതാണെങ്കിൽ ദൈവം തന്നെ സാഹചര്യങ്ങൾ ഒരുക്കി നമ്മളെ അവിടുന്ന് മാറ്റും. അപ്പോൾ പിറുപിറുക്കരുത്, അപ്പോൾ നിലവിളിക്കരുത്, അപ്പോൾ കരയരുത്. ചിലരാണെങ്കിൽ അങ്ങ് ഇരിക്കുക ആ സാഹചര്യത്തിൽ, അവർക്കങ്ങ് ഇഷ്ടപ്പെട്ടു, അവിടെ അങ്ങ് സ്ഥിരമാക്കി, അല്ലേ? അങ്ങനെ ഉള്ളവരെ അവിടെ നിന്ന് പറിച്ചു മാറ്റുന്നത് ദൈവത്തിന്റെ പദ്ധതിയാ. എന്തിനാണെന്നറിയാമോ? വളരെ ശ്രേഷ്ഠമായ ചില വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കാനാ. ഇസ്രായേലിനോട് പറഞ്ഞ ചില ദൂതുകളുണ്ട്, മറിയോട് പറയുന്നതിന് മുമ്പ് മീഖായോട് പറഞ്ഞ ചില ദൂതുണ്ട്. അത് നിവർത്തീകരിക്കേണ്ട ദൈവത്തിന്റെ ആവശ്യമാ. അതുകൊണ്ടാണ് ഈ ഓടിപ്പോക്ക്. ദൈവത്തിന്റെ മഹത്വം, അല്ലേ? നമ്മളോട് പറഞ്ഞ ദൂതും മറ്റേ നമ്മളോടുള്ള ബന്ധത്തിൽ മറ്റു ചിലരോട് പറഞ്ഞ ദൂതുകളൊക്കെ ഉണ്ട്. പ്രാർത്ഥിക്കുന്ന അമ്മയോട്, പ്രാർത്ഥിക്കുന്ന അപ്പനോട് ഒക്കെ പറഞ്ഞ ചില ദൂതുകളുണ്ട്. അവർക്കൊക്കെ പറഞ്ഞ ദൂതുകളുടെ നിവർത്തീകരണം നമ്മളെ കൂടെ വെളിപ്പെടാൻ ഒരുപക്ഷെ ദൈവം നമ്മളെ ഓടിച്ചെന്നിരിക്കാം. ചില സ്ഥാനമാറ്റങ്ങളൊക്കെ ഈ ദിവസങ്ങളിൽ നമുക്ക് ആവശ്യമാണ്, ചില ചലനങ്ങളൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മളെ ചിലയിടത്തു നിന്നൊക്കെ ദൈവം മാറ്റുന്നത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്ത് ദൈവാലോചനയ്ക്ക് കീഴ്പ്പെട്ട് ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊള്ളണം. എന്ന് ഇവിടെ തന്നെ എന്നല്ല, ചിലപ്പോൾ നമ്മുടെ നന്മയ്ക്കായിട്ട് ദൈവം നമ്മളെ മാറ്റിയെന്ന് വരാം.
അപ്പൊ അവിടെ കാര്യങ്ങൾ അങ്ങനെ ക്രമീകരിക്കപ്പെട്ടെങ്കിലും നമുക്കറിയാം മത്തായി സുവിശേഷത്തിലേക്ക് വരുമ്പോൾ 2:13 മുതൽ ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം തന്നെ 2:13 മുതൽ. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നീ എഴുന്നേറ്റ് കുഞ്ഞിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോകാം. ഞാൻ നിന്നോട് പറയുന്നത് വരെ അവിടെ പാർക്കും. നോക്കണേ, നസറേത്ത് എന്ന് പറയുന്ന സ്വന്തം ഗ്രാമത്തിൽ നിന്ന് 19 കിലോമീറ്റർ ബേത്ലഹേമിൽ വരുന്ന വഴി അവിടെ കുഞ്ഞിനെ പ്രസവിച്ചു, പേരൊക്കെ കൊടുത്തു. അവിടെ താമസിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, പരിശുദ്ധാത്മാവ് പറയും, ദൈവത്തിന്റെ ദൂതൻ പറയുകയാണ്, ഇവിടെ നിന്ന് നീ അങ്ങോട്ട് പോകണ്ട, സ്വന്തം നാട്ടിലോട്ട് പോകാതെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടിക്കൂ. എങ്ങോട്ടെ? അന്യദേശത്ത്, ജാതികളുടെ ദേശത്തേക്ക്. യഹൂദന്മാർക്കൊന്നും അവിടെ പോകുന്ന ഇഷ്ടമല്ല. മിസ്രയീമിലേക്ക്, ഈജിപ്തിലേക്ക് പോകൂ. ഈ നസറേത്തിൽ നിന്ന് 700 കിലോമീറ്റർ എങ്കിലും കാണും ഈജിപ്തിലെ തലസ്ഥാനമായ കൈറോയിലൊക്കെ. കുറഞ്ഞത് 700 കിലോമീറ്റർ എങ്കിലും കാണും. ഈ കഴുതയുണ്ട് കേട്ടോ, കഴുതയുള്ളത് കൊണ്ട് രക്ഷപ്പെട്ടു. പൊക്കോ, കുഞ്ഞിനെയും അമ്മയും കൊണ്ട് ഈജിപ്തിലേക്ക് പൊക്കോ. എന്താ കാര്യം അറിയാമോ? ഹെരോദ രാജാവ് പറഞ്ഞിരിക്കുകയാണ്, ഈ വിദ്വാൻമാർ സംസാരിച്ച സമയം മുതലുള്ള പ്രായം ഒരു 2 വയസ്സ് കൂട്ടിക്കോ, ആ സമയം മുതലുള്ള കുഞ്ഞുങ്ങളെ കൊല്ലാൻ കൽപ്പന ഇട്ടിരിക്കുക. അപ്പോൾ ദൂതൻ പറയുക, ദൈവം പറയുക, നീ ഇനി ഇവിടെ നിൽക്കണ്ട, നീ ഓടിക്കൂ, നീ ഇവിടെ അങ്ങോട്ട് പോകണം, ഈജിപ്തിലേക്ക് പൊക്കോ. കിലോമീറ്ററുകൾ ഈജിപ്തിലേക്ക് പൊക്കോ. തൽക്കാലം അവിടെ പോയി ഒന്ന് ഒളിച്ചു പാർക്ക്. ഞാൻ പറയുന്നവരെ അവിടെ പോയി ഒളിച്ചു പാർക്കാൻ പറയുക. ഇപ്പോൾ നമ്മൾ വാർത്തകളിലെ ചിലപ്പോഴൊക്കെ പരിശുദ്ധാത്മാവ് അങ്ങനെ നടത്തുന്നത്. നമുക്കൊരു ചോദ്യം ചോദിക്കാം, എന്താ ദൈവമേ, നീ സർവശക്തനല്ലേ? നിനക്ക് ഇവിടെ എന്നെ സൂക്ഷിക്കാൻ പറ്റുകയില്ലേ? എന്നെ, എൻ്റെ കുഞ്ഞിനെയും എൻ്റെ ഭാര്യയും ഇവിടെ പരിപാലിക്കാൻ പറ്റത്തില്ല. ജോസഫിന് ചോദിക്കാം, അല്ലെ ദൂതനോട് ചോദിക്കാം. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ കാര്യപരിപാടി മറിച്ചാണ്. നീ ഇവിടെ നിൽക്കുകയല്ല, ഇവിടെ എങ്ങോട്ട് ഓടണം? ഈജിപ്തിലേക്ക്, മിസ്രയീമിലേക്ക് ഓടിപ്പോകണം. ആ കാര്യം എന്താണെന്നറിയാം, അങ്ങനെ അങ്ങ് വെറുതെ ഓടിച്ചതല്ല, വെറുതെ അങ്ങ് ഓടിച്ചതല്ല. നേരത്തെ ദൈവത്തിന്റെ പ്ലാനാ. ഒന്ന് വായിച്ചാട്ടെ, ഹോശയ്യ പ്രവചനം 11:1. ഹോശയ്യ 11:1. ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ സ്നേഹിച്ചു. മിസ്രയീമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. അപ്പൊ ഈ ഒരു പ്രവചനത്തിന്റെ നിവർത്തീകരണമാണ് സംഭവിക്കണം. അപ്പോൾ ബേത്ലഹേമിൽ യേശു പിറക്കണം. യേശു ഗലീലയിലേക്ക് ശുശ്രൂഷയ്ക്ക് വരണമെങ്കിൽ എവിടെ നിന്ന് വരണം? മിസ്രയീമിൽ നിന്ന് വരണം. എന്റെ മകനെ അവിടുന്ന് കൊണ്ടുവരണം. ഇത് പ്രത്യക്ഷത്തിൽ യാക്കോബിനെ ഇസ്രായേലിനെ വിളിക്കുന്നതായിട്ട് നമുക്ക് തോന്നാമെങ്കിലും അതിനകത്ത് നമ്മൾ ഡീപ്പായിട്ട് പഠിച്ചാൽ യാക്കോബിന്റെ സന്തതിയായി, ഇസ്രായേലിന്റെ സന്തതിയായി യേശു എവിടെ നിന്ന് വരണം? മിസ്രയീമിൽ നിന്ന് വരണം. ഇപ്പോൾ വെറുതെ അല്ല അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞത്. ഇപ്പോൾ ഹെരോദാവ് ഈ കൽപ്പന പുറപ്പെടുവിച്ചതും തലമുറകൾക്കെതിരായതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട്. ചില വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് ഹോശയ്യ പ്രവാചകർക്കൂടെ പറഞ്ഞ വചനത്തിന് നിവർത്തീകരണം വരണമെങ്കിൽ മിസ്രയീമിലേക്ക് ഓടിപ്പോയേ പറ്റും. അപ്പോൾ പോകുന്നുണ്ട് സാവകാശം നടന്ന് പേർ വഴി അർത്താൻ പോയ യോസേഫും മറിയും ഇപ്പോൾ ഇതാ ജീവനെ ഭയന്നുകൊണ്ട് ഈജിപ്തിലേക്ക് ഓടിപ്പോവുകയാണ് കേട്ടോ. ഒരു മശിഹ ജനിക്കാൻ, യേശു പിറക്കുവാൻ, യേശു ജനിക്കുവാൻ എത്രമാത്രം കഷ്ടമാണ് ആ മാതാവും പിതാവും സഹിക്കുന്നത് അല്ലേ? നമ്മൾ ഓർത്തു കൊള്ളണം, നമ്മളെ വളരെ വില കൊടുക്കേണ്ടവരാ. കർത്താവിന് വേണ്ടി നിൽക്കണമെങ്കിൽ വില കൊടുക്കണം. കർത്താവ് നമ്മളോടൊപ്പം ഉണ്ടാകണമെങ്കിൽ വില കൊടുക്കണം. കർത്താവിൽ നിലനിൽക്കണമെങ്കിൽ ത്യാഗം സഹിക്കണം. അല്ലാതെ ഇത് വളരെ സുഖമുള്ള ഒരു കാര്യമല്ല, അത്ര സുഖമുള്ള കാര്യം അല്ല. അപ്പോൾ ഈ വാഗ്ദത്തത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി, അപ്പൊ ബേത്ലഹേമിൽ പിറക്കണമെന്നുള്ള വാഗ്ദത്തത്തിന്റെ നിവൃത്തി, മിസ്രയീമിൽ വരണമെന്നുള്ള വാഗ്ദത്തത്തിന്റെ നിവൃത്തി, ഇതെല്ലാം പൂർത്തീകരിക്കാനാണ് കർത്താവ് ഇവരെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മറഞ്ഞിരിക്കുകയാണ്. ചില സമയങ്ങളിൽ നമ്മൾ കർത്താവ് എന്താ ഇങ്ങനെ, നിനക്ക് ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ പറ്റുമല്ലോ അല്ലേ? എന്തിനെങ്ങനെ ഞങ്ങളെ മിസ്രയീമിലേക്ക് ഓടിക്കുന്നത്? 500 കിലോമീറ്റർ അല്ലെങ്കിൽ 600 കിലോമീറ്ററോളം ഞങ്ങൾ ഈജിപ്തിലേക്ക് ഓടേണ്ട കാര്യം എന്താ?
ഈ കഷ്ടതയുടെ നിലവിൽ ഈ കുഞ്ഞുമായിട്ട്, ഈ 2 വയസ്സുള്ള കുഞ്ഞുമായിട്ട് ഞങ്ങൾ പോകേണ്ട കാര്യം എന്താ എന്നൊക്കെ നമ്മൾ ചിലപ്പോൾ ചോദിച്ചേക്കാം. അല്ലെ നമ്മൾ വായിക്കാൻ നമുക്ക് തോന്നിയേക്കാം, കർത്താവേ അവരെ അവിടെ സൂക്ഷിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ പലപ്പോഴും പല കാര്യങ്ങൾ ഓർത്തുകൊള്ളണം. കർത്താവിന്റെ തിരുവെഴുത്തുകളുടെ നിവർത്തീകരണം, മുമ്പ് പറഞ്ഞ ആലോചനയുടെ നിവർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് ദൈവം സംഭവങ്ങളെ തിരിച്ചു മറിയിക്കുന്നത്. നമ്മളോട്, നമ്മുടെ തലമുറകളോടും നമ്മുടെ കുടുംബത്തോടും ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞ ദൂതുകൾ നിവർത്തീകരിക്കപ്പെടും. ഒന്നുപോലും അക്ഷരം തെറ്റാതെ അത് നിവർത്തിക്കുമ്പോൾ നിന്ന് പകൽ വിശ്വസിക്കണം. അതിനുള്ള ചില സംഭവ വികാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയിൽ നടക്കുമ്പോൾ നമ്മൾ അതിനെ കൊടുത്ത് പ്രാരപ്പെടരുത്, അതിനു വേണ്ടി പിറുപിറുക്കരുത്. പകരം ദൈവസന്നിധിയിൽ സമർപ്പിച്ചോണം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ കുഴച്ചിലുകൾ ഉണ്ടാകുന്നു, കുഴഞ്ഞു പറയുന്ന അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ചില ഓടിപ്പോക്കുകൾ, ഒളിച്ചിരിക്കലൊക്കെ ഉണ്ടാകുന്നു, ചില നിന്ദയുടെ അനുഭവങ്ങൾ ഉണ്ടാകുന്നു, ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് കർത്താവേ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യമുണ്ട്, ദൈവത്തിന് ദൂതിന്റെ നിവർത്തീകരണമാ, ദൈവത്തിന്റെ ആലോചന പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാ ഇതൊക്കെ സംഭവിക്കുന്നത്. ഈ സമയത്ത് കർത്താവ് നമ്മളെ കൈവിടുകയില്ല. ചിലർക്കൊക്കെ നിരാശ ഉണ്ടാകും, ചിലരൊക്കെ ഭാരപ്പെടും, അല്ലേ? ഇപ്പൊ ഏലിയാവിന്റെ സംഭവം നമുക്കറിയാം, അല്ലേ? ഏലിയാവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഏലിയാവിനെ വലിയ പ്രവാചകനായിട്ട് ദൈവം അഭിഷേകം ചെയ്ത് ഏലിയാവ് ശക്തമായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഏലിയാവ് അസാധാരണമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. അല്ല, സാധാരണ പ്രവാചകന്മാർ ചെയ്യുന്ന കാര്യമാണ് ഏലിയാവ് ചെയ്യുന്നത്. ഏലിയാവ് സത്യത്തിൽ വലിയ കാര്യമായിട്ടുള്ള പ്രവചനം നടത്തിയിട്ടും ഇല്ല. ഉണ്ടോ? ഏലിയാവ് എന്താ പറഞ്ഞു? 3.5 വർഷത്തേക്ക് മഴ പെയ്യത്തില്ല. പിന്നെ പറഞ്ഞു മഴ പെയ്യും. ഇതൊക്കെ അല്ലാതെ വലിയ കാര്യമായിട്ടുള്ള പ്രവചനമൊന്നും യെശയ്യാവോ യിരെമ്യാവോ ഒക്കെ പറഞ്ഞതുപോലെ പുസ്തകത്തിൽ രേഖപ്പെടുത്താൻ, എഴുതി വെക്കാനുള്ള പ്രവചനമൊന്നും പറഞ്ഞില്ല. പക്ഷേ പല പ്രവാചകന്മാരും ചെയ്യാത്ത കാര്യങ്ങൾ ആര് ചെയ്തു? ഏലിയാവ് ചെയ്തു. തീ ഇറക്കുകയൊക്കെ ചെയ്തു, ദഹിപ്പിച്ച് കളയുക, തീ ഇറക്കുക, സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്ത ആളാണ് ആര്? ഏലിയാവ്. പേടിക്കേണ്ട ആളാ. പേടിക്കണ്ടേ? പേടിക്കണം. പുള്ളിക്കാരൻ പാറപ്പുറത്ത് കയറി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പുള്ളിയുടെ ID കാർഡ് പുതുക്കിയൊന്ന് തിരക്കി. നമ്മുടെ ഭാഷ പറയാം, ഞങ്ങളുടെ ഭാഷ ഇല്ലേ, ഒന്ന് ചെക്ക് ചെയ്തത്. ഞങ്ങളുടെ ഭാഷ പറയാം, ID കാർഡ് ഉണ്ടോ, ശുശ്രൂഷ ഉണ്ടോ, ഞാൻ ഈ പാസ് തന്നെയാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്ന പോലെ. ഒരു 50 പേരുടെ പട്ടാളക്കാരനും അതിന്റെ അധിപതിയും കൂടി ഇങ്ങോട്ട് വന്നപ്പം അയാൾ പറഞ്ഞു, ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, ദൈവത്തിന്റെ പ്രവാചക എന്നൊക്കെ പറഞ്ഞ് അഭിസംബോധന ചെയ്യപ്പോൾ, ഞാൻ ദൈവത്തിന്റെ പ്രവാചകനാണെങ്കിൽ ID കാർഡ് നോക്കട്ടെന്നല്ല പറഞ്ഞു. പിന്നെന്താ പറഞ്ഞു? സ്വർഗത്തിന്റെ തീ ഇറങ്ങി നിന്റെ കൂടെയുള്ള 50 പേരെ എന്ത് ചെയ്യട്ടെ? ദഹിപ്പിക്കട്ടെ. ഉടനെ തന്നെ തീ ഇറങ്ങുന്നു, ദഹിപ്പിക്കും. ഇപ്പൊ ഞാൻ പറയാം, ID കാർഡിന് മനസ്സിലായി. പുള്ളി ദൈവത്തിന്റെ പ്രവാചകനാണോ, ശക്തി ഉണ്ടോ എന്ന് തെളിയിക്കുന്നത്, ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ? തീ ഇറക്കിയ. ഇത് നല്ല കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അവിടെ ദൈവത്തിന് എന്തെങ്കിലും ഉദ്ദേശം കാണും, ആവശ്യം കാണും. എങ്കിൽ പോലും ഒരു കാര്യം ഓർത്തു കൊള്ളണം, ഈ പ്രവാചകൻ സാധാരണ പ്രവാചകൻ അല്ല. ഇനി വെളിപ്പാട് ദിവസത്തിലൊക്കെ പറയുന്നത് ഈ പ്രവാചകൻ വീണ്ടും വരും. വന്നാലും പരിപാടി എന്തുവാ? ആകാശം അടയ്ക്കുക, ആകാശം തുറക്കുക, തീ ഇറക്കുക, ദഹിപ്പിക്കുക. ഇതൊക്കെ വെളിപ്പാട് ദിവസത്തിൽ കാണാൻ പോകുന്നത്, ഏലിയാവ് ചെയ്യാൻ പോകുന്ന കാര്യം, ഇല്ലേ? അപ്പോൾ അസാധാരണമായ ശുശ്രൂഷയാ. പക്ഷേ ഒരു കാര്യം ഓർത്ത്, രാജാക്കന്മാരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ വരുമ്പോൾ ഇയാൾ ശരിക്കും ആരെ പേടിച്ചു? ഇസബേലിനെ ഭയപ്പെട്ടു. ഇസബേലിനെ ഭയപ്പെട്ടിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ല, എന്നെ എടുത്തോളണം എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെട്ട് പേടിച്ച് ഈ മനുഷ്യൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നു, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാന്നൊന്നുമല്ല പറഞ്ഞത്. മറിച്ച് കർത്താവ് എന്താ പറഞ്ഞു? നീ കെരീത് തൊട്ടി പോയി രഹസ്യമായിട്ട് ഒളിച്ചു പാർക്കാൻ പറഞ്ഞു. മനസ്സിലായോ? ഇത്രയും ശക്തനായ പ്രവാചകനാ, ഇത്രയും കരുത്തുറ്റവനാ, അസാധാരണമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവനാ. വേണമെങ്കിൽ ഇസാബേലിനെയും ആഹാബിനെയും അവന്റെ കുടുംബത്തെ മുഴുവൻ തീയിറക്കി ദഹിപ്പിക്കാൻ കഴിവുള്ളവനാ. പക്ഷെ ദൈവം ഇപ്രാവശ്യം ഏലിയാവിനോട് പറഞ്ഞ എന്താണെന്നറിയാമോ? നീ പോയി ഒളിച്ചു പാർക്ക, നിന്നെ തന്നെ മറച്ചു വെക്ക്, നീ ഒന്ന് ഒളിച്ചിരിക്കാനാണ്. ദൈവത്തിന് ചില പദ്ധതികൾ അങ്ങനെ കേട്ടോ. ചിലപ്പോൾ നമ്മുടെ വാക്തത്വ നിവൃത്തിയിലേക്ക് നമ്മൾ അടുക്കുന്നതിന് മുമ്പ് മറഞ്ഞിരിക്കാൻ പറഞ്ഞാൽ മറഞ്ഞിരിക്കണം. തന്നെ വെളിപ്പെടുത്താതെ ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ ഒളിച്ചിരിക്കണം. ആത്മസംയമനം പാലിക്കാൻ കർത്താവ് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കണം.
ചിലടത്തൊക്കെ മിണ്ടരുത്, ചിലടത്തൊക്കെ മൗനമായിരിക്കണം, ചിലരോട് ഞാൻ ആരാണ് തെളിയിക്കാൻ പോകരുത്, ചില വ്യക്തികളുടെ മുമ്പിൽ വായടച്ചിരിക്കണം. പരിശുദ്ധാത്മാ ചിലപ്പോൾ അങ്ങനെ ഗൈഡ് ചെയ്യുന്നെങ്കിൽ ഒരു ദൈവവേദന അതിനെ താഴ്ത്തി കൊടുത്തോണം, ഏൽപ്പിച്ചു കൊടുത്തോണം. കാര്യം എന്താണെന്നറിയാമോ? ഇപ്പുറത്തെ ദൈവത്തെ ചില പദ്ധതികൾ ഏലിയാവേ നിന്നെ കുറിച്ചുണ്ട്. നാണക്കേടൊന്നും വിചാരിച്ചോ? വൃത്തികെട്ട കാക്ക കൊണ്ട് തരുന്ന ഇറച്ചി അപ്പം നിന്നുകൊണ്ട് ഒരു ഭീരുവിനെ പോലെ കെരുതി തോട്ടിപ്പോയി ഒളിച്ചിരുന്ന തോട്ടിലെ വെള്ളം കുടിക്കാൻ നാണക്കേടൊന്നും ഏലിയ വിചാരിച്ചില്ല. നമ്മൾ ഏർത്തോളം ചില സമയങ്ങളിൽ എത്ര ഉന്നതനായാലും, എത്ര കരുത്തുറ്റവനായാലും, ദൈവത്തിന് വേണ്ടി എത്ര പ്രയോജനപ്പെടുന്നവനായാലും, ചിലപ്പോൾ ദൈവം പറയും, നീ എൻ്റെ വാക്ക് കേൾക്ക്, നീ മറഞ്ഞിരിക്കാൻ, നീ ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ ഒളിച്ചിരിക്കണം. കാര്യം എന്താ? അതിനപ്പുറത്ത് ഏരിയാവ് ഈ ഒളിച്ചിരിക്കുമ്പോൾ ചില പദ്ധതികൾ ഉണ്ട്. നീ ഒരു വിധവയുടെ കുടുംബത്തെ ക്ഷാമകാലം മുഴുവൻ പോഷിപ്പിക്കേണ്ടവനാ. നീ ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാനുള്ളവനാ. നീ ചില സൈന്യാധിപന്മാരെ അഭിഷേകം ചെയ്യാനുള്ളവനാ. അതിനൊക്കെ ചില ശുശ്രൂഷകളുണ്ട്. അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നീ മറഞ്ഞിരിക്കാൻ പറഞ്ഞത്. നമ്മൾ ഓർക്കണം, എന്തുകൊണ്ടാണ് ഡിലേ ആകുന്നത് അല്ലേ? ഇതൊക്കെ വലിയ പ്രശ്നമാണ്. പറഞ്ഞ കാര്യങ്ങൾ നിവർത്തീകരിക്കപ്പെടാൻ കാലതാമസം വരുന്നു. വെയിറ്റ് ചെയ്യാൻ ദൈവം പറഞ്ഞു. വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ബോറിംഗ് ഉള്ള കാര്യമാണ് അല്ലേ? ബോറടിച്ചിരിക്കുക, കർത്താവേ എപ്പോൾ. എന്നാൽ സമയമാകുമ്പോൾ ദൈവം നിവർത്തിക്കും. അപ്പൊ ജോസഫിനോട് ഈജിപ്തിൽ പോയി മറഞ്ഞിരിക്കാൻ പറഞ്ഞെങ്കിൽ, ഏലിയാവിനോട് കെരുതി തൊട്ടി പോയി ഒളിച്ചിരിക്കാൻ പറഞ്ഞെങ്കിൽ, നമ്മൾ ഓർത്തുകൊള്ളും, നമ്മുടെ ജീവിതത്തിലും ചിലപ്പോഴൊക്കെ വാഗ്ദത്ത നിവർത്തിക്ക് മുമ്പ് ചില സമയങ്ങളിലൊക്കെ മൗനമായിരിക്കേണ്ടി വരും, മറഞ്ഞിരിക്കേണ്ടി വരും, ഒറ്റയ്ക്കിരിക്കേണ്ടി വരും, ഒറ്റപ്പെടേണ്ട സാഹചര്യം വരും. അവിടൊക്കെ നമ്മൾ പതറരുത്, മറിച്ച് ദൈവത്തിന്റെ ആലോചന നിവർത്തീകരണത്തിന് വേണ്ടി താണിരുന്ന് പ്രാർത്ഥിച്ചോണം. പത്രോസ് വരെ തക്ക സമയമാകുമ്പോൾ ഞാൻ എന്ത് ചെയ്തോളാം, ഉയർത്തിക്കോളാം. കർത്താവെ, ജോലി കിട്ടിയില്ലല്ലോ, മാർക്ക് കിട്ടിയില്ലല്ലോ, ഇന്റർവ്യൂ പാസ്സായില്ലല്ലോ, പരാജയങ്ങളും തോൽവികളും ഒക്കെ ഇതിനിടയ്ക്ക് ഉണ്ടാകും. ചിലപ്പോൾ ചിലത് നമ്മളങ്ങ് മറന്നു പോവില്ലേ? എല്ലാവരുടെയും നടുവിൽ ചിലപ്പോൾ നമ്മളൊക്കെ എവിടെ ഉണ്ടോ എന്ന് പോലും ചിലർ അറിയത്തില്ല. നമ്മൾ എവിടാന്ന് പോലും ചിലർ അന്വേഷിക്കത്ത പോലും ഇല്ല. ചില മാസങ്ങൾ, ചില വർഷങ്ങൾ നമ്മൾ മറഞ്ഞിരിക്കണം. ദൈവം നമ്മളെ അങ്ങനെ മറച്ചുകളയും. ദൈവം നമ്മളെ ഒളിച്ചിരുത്തും. നിങ്ങളൊരു കാര്യം ഓർത്തുകൊള്ളാം, ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിവർത്തീകരിക്കപ്പെടും. അതിന് യാതൊരു സംശയമില്ല. അത് ഏലിയാവായാലും ജോസഫ് ആയാലും ആരായാലും. അപ്പോൾ ഈ കഷ്ടതയൊക്കെ എന്തിനായിരുന്നു? ദൂതിനെയൊക്കെ നിവർത്തീകരണത്തിനെ കൊണ്ടുവരാൻ. അതിനകത്തൊക്കെ ഒത്തിരി ദൈവത്തിന്റെ പദ്ധതികളുണ്ട്, ദൈവത്തിന്റെ പ്ലാനുകളുണ്ട്. നമ്മൾ അനുഗ്രഹിക്കപ്പെടുമ്പോൾ, നമ്മുടെ ദൂത് നിവർത്തീകരിക്കപ്പെടുമ്പോൾ, നമ്മൾ അറിയാതെ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നമ്മൾ കാണുന്ന, നമ്മൾ ബന്ധപ്പെടുന്ന, നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള, നമ്മളുമായി ഇടപെടുന്ന ചെറിയൊക്കെ ചില വിടുതലുകൾ സംഭവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ വാഗ്ദത്ത നിവർത്തിക്ക് കാലതാമസം വരുന്നത്. നേരെ ആഹാബിനെ കൊന്നു കളഞ്ഞ് ഇസബേലിനെയും കൊന്നിട്ട് കാര്യങ്ങൾ മഴ അങ്ങ് വെയിക്കുമായിരുന്നെങ്കിൽ ഒരു വിധവയും കുടുംബം പട്ടിണി കിടന്ന് ചത്തേനി. മനസ്സിലായോ? ആത്മഹത്യ ചെയ്യാതിരുന്ന ഒരു കുടുംബം ഈ അപ്പം ഉണ്ടാക്കിയിട്ട് ഞാനും എൻ്റെ മകനും മരിക്കാനിരിക്കുക എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യാൻ പോയൊരു കുടുംബത്തിന്റെ രക്ഷയ്ക്ക് കാരണമായി. ചില രാജാക്കന്മാരെ അഭിഷേകം ചെയ്തു, ചില സൈന്യാധിപന്മാരെ അഭിഷേകം ചെയ്തു. പല ശുശ്രൂഷകൾ അവരെ കൊണ്ട് ചെയ്യിച്ചത് ഒളിച്ചിരിക്കാൻ പറഞ്ഞതിന്റെ ഗുണമാ. നമ്മൾ ഓർത്തോളം, നമുക്ക് എപ്പോഴും ചില കാര്യങ്ങളൊക്കെ സാധിക്കാതെ വരുമ്പോൾ, ചില കാര്യങ്ങൾ കാലതാമസം വരുമ്പോൾ, അതിന്റെ പിമ്പിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നമ്മുടെ തലമുറകളെ കുറിച്ച്, നമ്മളെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് ദൈവത്തിന് കരുതലുള്ളത് കൊണ്ടാണ് പല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി വൈകുന്നത്. അതാ പറഞ്ഞ, നീ എനിക്കായി കാത്തിരിക്കണം അല്ലേ? ആർക്ക് വേണ്ടി? കർത്താവിനായിട്ട് കാത്തിരിക്കണം. അപ്പൊ ഇവര് തിരിച്ച് നമ്മളെ ബാക്കി ഭാഗങ്ങൾ വേഗത്തിൽ നിന്ന് ഓടിച്ചുവിടാം. ഇവരെ 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇവര് ഈജിപ്തിലേക്ക് വിടുന്നത്. ഈ ബാലകനോട് ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർക്കും, യേശു അങ്ങോട്ട് ചെന്ന് പിറന്നു, പേര് കൊടുത്തു, നേരെ ഈജിപ്തിലേക്ക് പോയി. അങ്ങനെയല്ല, ഒരു 2 വർഷത്തെ ഗ്യാപ്പെങ്കിലും വേദനയും 2 വർഷം വിസിറ്റിംഗ് വിസയിൽ താമസിച്ചു. നമ്മുടെ ഭാഷയിൽ പറയും, ദൈവത്തിന്റെ പദ്ധതി. ഈ വിസിറ്റിംഗ് വിസ എന്നൊക്കെ പറയുന്ന പോലെ അവർക്ക് അതും ചിലക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. 2 വർഷമായിട്ട് ഇങ്ങനെ വിസ റീചാർജ് ചെയ്ത് ഇല്ലേ,
ദൈവത്തിന്റെ ഹിതം അതാണെങ്കിൽ അങ്ങനെ. ചിലപ്പോൾ ഒരു പരീക്ഷയ്ക്ക് തോറ്റെന്നിരിക്കും, 10, 12, 13 പ്രാവശ്യം IELTS എഴുതാനായിട്ട് വരും, ഇല്ലേ? എത്ര പ്രാവശ്യം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തായിരിക്കും ഒരു ജോലി കിട്ടുന്നത്? എല്ലാം ദൈവത്തിന്റെ സമ്പൂർണ്ണ അധികാരത്തിന് കീഴിലുള്ളതാ. പക്ഷെ അതിന് പിമ്പിലൊക്കെ ദൈവത്തിന്റെ ഉദ്ദേശമുണ്ട്. 2 വയസ്സ് കഴിഞ്ഞ് ഈജിപ്തിലേക്ക് പോയി കുറെ നാൾ അവിടെ താമസിച്ചതിന് ശേഷം സമയമായപ്പോൾ ദൈവം അവർ പറയാം തിരികെ വരാൻ പറഞ്ഞു. തിരിച്ചു വിളിച്ചു. കാര്യമൊക്കെ ഹെരോദാ രാജാവ് എന്ന് പറയുന്നത് രാജാവാ ഈ 3 പ്രൊവിൻസും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെരോദാ രാജാവ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ 3 മക്കൾക്കായിട്ട് 3 ഏരിയ പിരിച്ചു കൊടുത്തു. ഈജിപ്തിൽ നിന്ന് മടങ്ങി വരാൻ വേണ്ടിയൊക്കെ അവർ പ്ലാൻ ചെയ്തപ്പോൾ യോസഫ് തിരിച്ച് വിചാരിച്ചു, ഇനിയിപ്പം ഗലീലോട്ട് അങ്ങ് പോകണ്ട, എവിടെ നസറേത്തിലോട്ട് പോകണ്ട, ബേത്ലഹേമിൽ തന്നെയൊക്കെ എന്ത് ചെയ്യാം, അങ്ങ് തങ്ങാം എന്ന് പറഞ്ഞ് ഈജിപ്തിൽ തിരിച്ച് ബേത്ലഹേമിന് ടിക്കറ്റ് എടുത്ത് വണ്ടി എടുത്ത് കയറിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇദ്ദേഹത്തിന് 3 മക്കളാണ്. ആർക്ക്? ഹെരോദാ രാജാവിന്. ഒരുത്തൻ അന്തിപ്പാസ്, ഒരുത്തൻ ഫിലിപ്പ്, ഒരുത്തൻ അർക്കലയോസ്. അർക്കലയോസ് എന്ന് പറയുന്ന പുള്ളിയാണ് ഈ പ്രോവിൻസിന്റെ എല്ലാം അധികാരി. അപ്പൊ ബേത്ലഹേം എല്ലാം ഇദ്ദേഹത്തിന്റെ കീഴിൽ വരും. ഈ അർക്കലയോസ് അല്ലെങ്കിൽ ഹെരോദ ഗ്രേറ്റ്, ഇവൻ ആള് പെശക. അതുകൊണ്ട് ആ ഏറിയ പാർക്കാൻ പറ്റിയ. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? പിന്നെ ബേത്ലഹേമിന്റെ പരിസര പ്രദേശങ്ങളിൽ എവിടെയും താമസിക്കുക, അല്ല തിരിച്ച് എവിടെ പോകണം? നസറത്തിലേക്ക്. ഒരു രക്ഷയുമില്ല. വളർന്നു വന്ന ആ ദേശത്തേക്ക് നസറത്തിലേക്ക് തന്നെ തിരിച്ചെന്ത് ചെയ്തു പോയി. അപ്പോഴാണ് നമ്മൾ വായിച്ച കുറിവാക്യം ഏതാണ്? ഒന്ന് വായിച്ച്. മത്തായി 2:23. അവൻ നസറയൻ എന്ന് വിളിക്കപ്പെടും എന്ന് പ്രവാചകന്മാർ മുഖാന്തരം ആരിൽ ചെയ്തത്? നസറേത്ത് എന്ന ഗ്രാമത്തിൽ ചെന്ന് പാർത്തു. ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടോ? യാത്ര നസറയൻ എന്ന് വിളിക്കപ്പെടേണ്ട വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടി ഇതാ വീണ്ടും തിരിച്ചൊരു യാത്ര. ബന്ധമടിക്ക് ഗലീലയിലെ നസറത്തിലേക്ക് അവൻ തിരിച്ചു പോകുക. ആ കുടുംബം വന്ന വഴിക്ക് തിരിച്ചു പോവുക. അപ്പൊ ഓർത്ത് നോക്കണേ, നമ്മളെ ഒരു വചനത്തിന്റെ നിവർത്തീകരണത്തിന്, ദൂതിന്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഒക്കെ ആ യോസേഫും മറിയയും സഹിക്കുന്ന ത്യാഗം, അവരുടെ യാത്രകൾ, അവരുടെ സഹനം, അല്ലേ? നസറയൻ എന്ന് വിളിക്കപ്പെടണം. ബേത്ലഹേമിൽ പിറന്നവൻ. സ്വന്തം പട്ടണം ബേത്ലഹേമാ. പക്ഷേ അവരെ നസറയൻ എന്ന് വിളിക്കപ്പെടേണ്ടത് വീണ്ടും അവരെ ഇവിടെ കൊണ്ടുവന്നു, നസറത്തിൽ കൊണ്ടു. നമ്മൾ കഠിനപ്പെട്ടു പോകും ചിലപ്പോൾ, അല്ലേ? നിരാശപ്പെട്ടു. എന്താ കർത്താവ് ഈ യാത്ര, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്ക്, അല്ലേ? പലപ്പോഴും അതാ കല്യാണത്തിന്റെ വിഷയം വരുമ്പോഴും, വീട് വെക്കുന്ന വിഷയം വരുമ്പോഴും, കുടുംബജീവിതത്തിന്റെ വിഷയം വരുമ്പോൾ, തലമുറകളുടെ വിഷയം വരുമ്പോൾ, വിദ്യാഭ്യാസത്തിന്റെ വിഷയം വരുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുള്ള ഈ ഓടിക്കൽ, ഇതെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽപ്പെട്ടതാ. ഇതിനകത്തൊക്കെ ദൈവത്തിന് പ്ലാൻ ഉണ്ട്. ബേത്ലഹേമിൽ ജനിച്ചവൻ, മിസ്രൈമിൽ നിന്ന് വന്നവൻ, അവൻ നസറേത്തിലേക്ക് വന്നതിന്റെ കാര്യം എന്നറിയാമോ? ഒരു പ്രോമിസ് വർഷങ്ങൾക്ക് മുമ്പ് കിടപ്പുണ്ട്. ഇവന്റെ പേരെങ്ങനെ ആയിരിക്കണം? ഇവൻ നസറായൻ എന്ന് അറിയപ്പെടണം. അതുകൊണ്ട് ഇവൻ എവിടെ വന്ന് പാർക്കണം? നസറേത്തിൽ വന്ന് പാർക്കണം. നസറേത്ത് എന്ന് പറയുന്ന കുഗ്രാമത്തിൽ, കൊച്ചു ഗ്രാമത്തിൽ പാർക്കണം. വായിക്കാൻ സമയമില്ല. ഈ നസറേത്തിനെ കുറിച്ച് ഫിലിപ്പോസ് ചെന്ന് നഥനയേലിനോട് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 1:45 പറയുന്നത് വായിക്കണ്ട. ഇതാ നസറേയനായിരിക്കുന്ന യേശുവിനെ മശിഹായാണ്, അവനെ ഞാൻ കണ്ടിരിക്കുന്നുവെന്ന് ആര് പറഞ്ഞു? ഫിലിപ്പോസ് എന്ന് പറഞ്ഞു. ആരോട്? അത്തഴ ഊട്ടിയിരിക്കുന്ന നഥനയേലോട് എന്ന് പറഞ്ഞു. അപ്പൊ നല്ല മനുഷ്യൻ ആര്? നഥനയേൽ. ഇസ്രായേലിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആളാണ് ആര്? നഥനയേൽ. അവന് വായുന്നൊരു വാക്ക് വീഴുക. നല്ലൊരു മനുഷ്യൻ, അവന്റെ വായുന്നൊരു വാക്ക് വേണം. എന്തറിയോ? നസറത്തിൽ നിന്ന് വല്ല നന്മയും. അപ്പൊ ആ ഗ്രാമത്തിന്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നസറത്തിന്റെ പ്രത്യേകത എന്താ? എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു? അവിടുന്ന് ഒരു പ്രവാചകനും വന്നിട്ടില്ല, അവിടുന്ന് ഒരു രാജാവും ഇസ്രായേലിന് ഉണ്ടായില്ല. ഇസ്രായേലിന് വല്ല ഗുണം ഉണ്ടാകുന്ന ഒന്നും എവിടെ ഇല്ല നസറത്തില്. അതുകൊണ്ടാ ഇപ്പൊ ബോംബെ കുറിച്ചോ ഡൽഹിയെ കുറിച്ചോ കാലിഫോർണിയയെ കുറിച്ചോ അങ്ങനെ പറയോ? നമ്മൾ മലയാളികൾ പറയോ? പറയത്തില്ല. അത് പറയുന്ന മോശം. എങ്കിൽ പോലും ഞാൻ പറയട്ടെ, അട്ടപ്പാടി നിന്ന് ഊളം പറയാന്നും പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മൾ ചിരിക്കും അല്ലേ? അട്ടപ്പാടിയൊക്കെ മനോഹരമായ സ്ഥലമാണ് ഇപ്പം കേട്ടോ. പോയിട്ടില്ലാത്തവർക്കാണ് അതൊരു പരിഹാസ വിഷയം. അപ്പോൾ എവിടെ നിന്ന് വരുന്ന അട്ടപ്പാടി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു അല്ലേ, ഇതുപോലായിരുന്നു. ഒരു രാജ്യത്തെ നമ്മൾ കുറ്റം പറയരുത്, ഒരു ദേശത്തെ കുറ്റം പറയരുത്. ഒരു ദേശത്തിന്റെ അവസ്ഥയോ ഒരു കുടുംബത്തിന്റെ അവസ്ഥയോ ഒരു വ്യക്തിയുടെ അവസ്ഥയോ ഒന്നും നമ്മൾ പരിഹസിക്കാൻ പാടില്ല. വചനം അതിനെ അനുവദിക്കുന്നൊന്നുമില്ല. ആ ദേശത്തെ അങ്ങനെ ആക്കിയ ദൈവമാണ്. ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്? കർത്താവിനുണ്ട്. ഒരു വ്യക്തിയെ അങ്ങനെ ആക്കുന്നത് ദൈവമാണ്. അവനെ പരിഹസിക്കരുത്, അവൻ്റെ ഉടയവനെ പരിഹസിക്കുക. അതുകൊണ്ട് നമുക്ക് വിമർശിക്കാനോ പരിഹസിക്കാനോ അവകാശമൊന്നുമില്ല. പക്ഷെ നദനേൽ പറഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത്, നസറേത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? അപ്പൊ അത്ര മോശം അവസ്ഥയാണ് ആ ഗ്രാമത്തെ കുറിച്ച് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഫിലിപ്പോസ് എന്ന് പറയുക, നസറേനായ യേശുവാണ് നമ്മൾ കാത്തിരിക്കുന്ന മശിഹ. ദൈവാത്മാവ് പണ്ട് പറഞ്ഞ ദൂതന്റെ ആലോചന നിവൃത്തി ആരാണ്? നമ്മൾ കാത്തിരിക്കുന്ന യേശു അവനാണ്. അവൻ വരുന്ന നസറത്തിൽ നിന്നാണ്. ലോകം മോശം എന്നൊക്കെ പറഞ്ഞ് വിധി എഴുതിയാലും, ലോകക്കാർ പലതും പറഞ്ഞാലും, നമ്മുടെ പ്രിയപ്പെട്ടവരും ബന്ധുക്കളും ചാർച്ചക്കാരും ഒരുമാതിരി ജനസമ്മതിയുള്ള നദനയേലെ പോലുള്ള ആളുകളൊക്കെ നമ്മളെക്കുറിച്ചും നമ്മുടെ തലമുറയെക്കുറിച്ചും ഒക്കെ ചില കാര്യങ്ങൾ മോശമായി പറഞ്ഞാൽ പോലും പ്രത്യാശ കൈവിടരുത്. ഏതെങ്കിലും വാഗ്ദത്തം മുമ്പേ കിടപ്പുണ്ടെങ്കിൽ കർത്താവ് നിശ്ചയമായിട്ടും ആ വാഗ്ദത്തം ഏറ്റെടുത്ത് അത് പുറത്തു കൊണ്ടുവന്ന് അത് നിന്റെ ജീവിതത്തിൽ നിവർത്തീകരിച്ച് നിന്നെ മാനിക്കുമെന്ന് ഓർത്തുകൊള്ളണം. അങ്ങനെ അങ്ങ് സങ്കടപ്പെടരുത് കേട്ടോ. എൻ്റെ ദേശം മോശമാ, ഞാൻ വരുന്ന ഗ്രാമം മോശമാ, എൻ്റെ ആൾക്കാരെല്ലാം മോശമാ, എൻ്റെ കുടുംബം മോശമാ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഞങ്ങളുടെ പഠിപ്പില്ലാത്തവരാ, ഞങ്ങൾ വിദ്യാഭ്യാസമില്ലാത്തവരാ എന്നൊക്കെ പറഞ്ഞ് തന്നെത്താൻ താഴ്ത്തരുത്, തന്നെത്താൻ ശപിക്കരുത്, നാശം വിളിച്ചു വരുത്തരുത്. പകരം ഏതെങ്കിലും ഒരു വാഗ്ദത്തം നിന്നോടുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്തോണം? പുറത്തെടുക്കണം. കർത്താവേ, നീ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗ്രാമം ഇങ്ങനെ, എൻ്റെ ദേശം ഇങ്ങനെ, എൻ്റെ കുടുംബം ഇങ്ങനെ, എൻ്റെ വീട്ടുകാരെല്ലാം ഇങ്ങനെ, പക്ഷെ അതൊന്നും ഞാൻ നോക്കുന്നില്ല. കർത്താവേ, നീ പറഞ്ഞ കാര്യം, ഒരു കാര്യമുണ്ട്, ഒരു യേശു പിറക്കും, ഒരു യേശു ഈ ഗ്രാമത്തിൽ വളരും, അവൻ നസറേയൻ എന്ത് ചെയ്യും? അറിയപ്പെടും. അവൻ മുഖാന്തരം ഈ ദേശം ഉയർച്ച പ്രാപിക്കും. നസറത്ത് എന്ന് പറയുന്ന പട്ടണം അവനാൽ അനുഗ്രഹിക്കപ്പെടും, അത് ലോക പ്രസിദ്ധമാകും എന്നുള്ള വാഗ്ദത്തമുണ്ടെങ്കിൽ അതാ ഓർക്കേണ്ടത്. നമ്മുടെ കുടുംബം എത്ര മോശമാണെങ്കിലും, രക്ഷിക്കപ്പെട്ട ദൈവത്തിലാണെങ്കിൽ ഓർത്തു കൊള്ളണം, ഈ കുടുംബത്തെ ഉയർത്താൻ ഒരുത്തനെ കർത്താവ് എഴുന്നേൽപ്പിക്കും. ഒരാളെ മതി. നമ്മൾ നിമിത്തം നമ്മുടെ പട്ടണം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടും, നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നമ്മളത് വിശ്വസിക്കണം. പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്ത ഒരു വാഗ്ദത്തമാണ്, അവൻ നസറേയൻ എന്നറിയപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ നസറത്തിൽ വീണ്ടും മടങ്ങി വരണം, അവൻ അവിടെ വളരണം. ഏകദേശം 30-33 വയസ്സ് വരെ അവൻ ആ ദേശത്ത് വളർന്നവൻ നസറേയൻ എന്നറിയപ്പെട്ടു. അപ്പൊ നമ്മൾ ഈ പട്ടണത്തെ കുറിച്ചൊക്കെ വിമർശിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ നമ്മൾ ഈ കാഴ്ചപ്രകാരം എന്തിനും വിധിക്കാൻ ഏത് നിമിഷവും ദൈവം ഒരാളെ മാറ്റും. ദൈവം ഒരു പട്ടണത്തെ, ഒരു കുടുംബത്തിന്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് നിസാര സമയം മതി. കാഴ്ചപ്രകാരം എന്ത് ചെയ്യരുത്? വിധിക്കരുത്. അത് വചനമാണ്. കാഴ്ചപ്രകാരം വിധിക്കരുത്. ഇതേപോലെ നമ്മളിവിടെ ധൈര്യത്തോടെ അവിടെ മടങ്ങിപ്പോകാൻ, സന്തോഷത്തോടെ അവിടെ മടങ്ങിപ്പോകാൻ, ഏത് സമയത്തും നമ്മുടെ സ്ഥിതി മാറ്റാൻ കർത്താവിന് കഴിയും. നമ്മൾ മറന്നുപോയത്, നമ്മൾ കണ്ടെത്താത്ത ചില വാഗ്ദത്തങ്ങൾ ഒരുപക്ഷെ പുറകിൽ കിടപ്പുണ്ടായിരിക്കാം. നമ്മൾ മറന്നാലും, നമ്മൾ അവിശ്വസ്തനായാലും ദൈവം വിശ്വസ്തനായതുകൊണ്ട്, മുമ്പ് പറഞ്ഞ വാക്കിൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട്, കാലങ്ങൾ കഴിഞ്ഞാലും സമയങ്ങൾ കഴിഞ്ഞാലും ആ വാഗ്ദത്തങ്ങൾ നിവർത്തീകരിച്ച് നമ്മുടെ കുടുംബത്തെ ഉയർത്താൻ കർത്താവ് മതിയായവനാണ്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക. ഏതോ പ്രവാചകൻ എന്നോ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ നസറയൻ എന്ന് അറിയപ്പെടും. ആർക്കും വേണ്ടാത്ത, എല്ലാവരും പരിഹസിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ട് കിടക്കുന്ന ആ ഒരു ഗ്രാമത്തെ യേശുവിന്റെ പേരിൽ ഉയർത്തി ദൈവം മാനിച്ചു.
അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളണം. ദൂത് കേട്ട, ആലോചന കേട്ട, വാഗ്ദത്തം പ്രാപിച്ച, കർത്താവിൽ ദർശനം പ്രാപിച്ച ദൈവമല്ലേ, ഏത് കുഗ്രാമത്തിലാണെങ്കിലും, ആരാലും എത്തപ്പെടാത്ത സ്ഥലത്തായാലും, ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത, ആരും അറിയാത്ത, ആരാലും അറിയപ്പെടാത്ത ഒരു സാഹചര്യത്തിലാണെങ്കിൽ പോലും, നിന്റെ സ്ഥിതി അത്ര മോശമായാലും വഷളായാലും, ഇന്ന് പകൽ ഒരു കാര്യം ഉറപ്പ് തരികയാ. വാഗ്ദത്തം കിടപ്പുണ്ടെങ്കിൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട് ആ വാഗ്ദത്തങ്ങളെ കർത്താവ് കൊണ്ടുവന്നതിന്റെ മുമ്പിൽ നിർത്തിയിട്ട്, നീ നിമിത്തം നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നീ നിമിത്തം നിന്റെ ദേശം അനുഗ്രഹിക്കപ്പെടും, നീ ഒരു അനുഗ്രഹ വിഷയമായി മാറും. കണ്ണുകൾ അടയ്ക്കാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ പകലൊന്ന് വിശ്വസിച്ചാട്ടെ. നമ്മളെ കുറിച്ചുള്ള ഭാരം തലമുറ